Question 7. The original price of a machine bought for rupees 13,500 including 8% VAT. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒറിജിനൽ പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത്. ഒറിജിനൽ പ്രൈസ് എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ. മഷീൻ ബോട്ട് ഫോർ rupees 13,500 ഇൻക്ലൂഡിങ് 8% വാറ്റ് എന്നാണ് പറഞ്ഞേക്കണത്. ഇൻക്ലൂഡിംഗ് എന്ന് കണ്ടോ, അതിൻ്റെ മീനിങ് എന്താ അതിൻ്റെ അർത്ഥം? തന്നിരിക്കുന്ന എമൗണ്ട് ബില്ല് എമൗണ്ട് ആണെന്ന് അർത്ഥം. ഓക്കെ. കോസ്റ്റ് പ്രൈസ് അല്ല, അതായത് ഞാൻ പ്രൊഡക്റ്റിൻ്റെ പൈസ അല്ല കൊടുത്തിരിക്കുന്നത്, മേടിച്ച പ്രൊഡക്റ്റിൻ്റെ പൈസ അല്ല, ഇൻക്ലൂഡിങ് ടാക്സ് ആണ് ആ കൊടുത്തിരിക്കുന്ന എമൗണ്ട്. നമുക്ക് രണ്ട് ഇക്വേഷനാണുള്ളത്, ഒന്ന് ടാക്സിൻ്റെ ഇക്വേഷനും ഒന്ന് ബില്ല് എമൗണ്ടും. അപ്പോൾ നമുക്ക് ആദ്യം ടാക്സിൻ്റെ ഇക്വേഷൻ എഴുതാം. ടാക്സിൻ്റെ എപ്പോഴും ചെയ്യാനായിരിക്കും ആദ്യം നല്ലത്. രണ്ടും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇഷ്ടമുള്ള ഓർഡറിൽ ചെയ്യാം. ടാക്സ് ഇസ് ഈക്വൽ ടു, എന്താണ് ടാക്സിൻ്റെ ഇക്വേഷൻ? ടാക്സിന് അടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ടാക്സ് പെർസെൻറ്റേജ് ഇൻറ്റു എന്തിൻ്റെയാണ് ഞാൻ ടാക്സ് എന്തിൻ്റെ കണ്ടുപിടിക്കുന്നത്? ടാക്സ് പെർസെൻറ്റേജ് എന്തിൻ്റെ നമ്മൾ എടുക്കേണ്ടത്? ഒറിജിനൽ പ്രൈസിൻ്റെ, അതായത് കോസ്റ്റ് പ്രൈസിൻ്റെ. ഓക്കെ. ഒറിജിനൽ എമൗണ്ടിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും എപ്പോഴും എൻ്റെ ടാക്സ്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ പഠിച്ചു വെക്കാം. ഓക്കെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടാക്സ് എത്രയെന്ന് നമുക്കറിയില്ല, ശരിയല്ലേ? ടാക്സ് എമൗണ്ട് അറിയില്ല. ടാക്സ് പെർസെൻറ്റേജ് നമുക്ക് എത്രയാണ്? 8% ആണ്. 8% മീൻസ് വാട്ട്? 8/100 ഓഫ് CP. അതൊന്നും നമുക്കറിയില്ല അല്ലേ? കോസ്റ്റ് പ്രൈസ്, ഇത് ഒറിജിനൽ പ്രൈസ്. കോസ്റ്റ് പ്രൈസ് ഓർ ഒറിജിനൽ പ്രൈസ് രണ്ടും ഒരു ഇത് തന്നെയാണ്. ഓക്കെ. നമുക്ക് ഈ 8/100 നമുക്ക് ചെറുതാക്കാം. 4 2s are 8, 50 2s are 100. പിന്നെ 2 കൊണ്ട് ചെറുതാക്കാം. 2 2s are 4, ഇതിനകത്തോ 25. അപ്പം എനിക്ക് ടാക്സ് എത്രയെന്ന് കിട്ടി? 2 × CP ഇസ് വാട്ട്? 2 CP ബൈ താഴത്തെ എന്താണ്? 25. അപ്പോൾ ഇതാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ടാക്സ്. ടാക്സ് അവിടെ നിൽക്കട്ടെ. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാനില്ല അല്ലേ? നമുക്ക് അടുത്ത ഇക്വേഷൻ എടുക്കാം. ബിൽ എമൗണ്ട്. ബിൽ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബിൽ എമൗണ്ട് എന്ന് ഫുള്ളായിട്ട് എഴുതണം കേട്ടോ. ബിൽ എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഇക്വേഷൻ? ടാക്സ് പ്ലസ് ഒറിജിനൽ എമൗണ്ട്, അതായത് എൻ്റെ CP. ഓക്കെ. ഒറിജിനൽ എമൗണ്ട് എന്ന് വേണമെങ്കിൽ എഴുതാം CPക്ക് പകരം. ഓക്കെ. ബില്ല് എമൗണ്ട് നമുക്കറിയാം അല്ലേ? ടോട്ടൽ മേടിച്ച പൈസ ഇൻക്ലൂഡിങ് ടാക്സ് എത്ര രൂപയെന്ന് ഒരു പറഞ്ഞിട്ടുണ്ട്? 13,500 ഈക്വൽ ടു ടാക്സ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? 2 CP ബൈ 25 പ്ലസ് CP. ഇനി ഇത് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ നമ്മൾ എങ്ങനെയാണോ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് അതുപോലെ തന്നെ. ഇവിടെ ഡിനോമിനേറ്ററിൽ ഒന്നുമില്ല, അപ്പോൾ ഒരു ബൈ 1 ഇട്ട് കൊടുക്കുക. ഇവിടെ 25 ആണ്, അപ്പോൾ ഇപ്പുറത്തും 25 ആവാൻ വേണ്ടി എന്ത് ചെയ്തു? 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ. അപ്പം എനിക്ക് എന്തായി അടുത്തത്? 13500 ഈക്വൽ ടു 2 CP പ്ലസ് 25 CP എത്രയുണ്ട്? 27 CP ബൈ 25. ഓക്കെ. 25 ഞാൻ അപ്പുറ സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 13500 ഇൻറ്റു 25 ഈക്വൽ ടു 27 CP എന്നായി. എനിക്ക് CP ആണ് വേണ്ടത്, അപ്പോൾ CP അവിടെ നിർത്തുക. ഇൻറ്റു 25 ഇൻറ്റു 27 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ബൈ 27 ഈക്വൽ ടു CP. ഓക്കെ. ഒന്നല്ലെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. 13500 ഡിവൈഡഡ് ബൈ 27. ഇങ്ങനെ നമുക്ക് മിക്ക കേസുകളിലും ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതായത് മേളത്തെ വലിയ നമ്പറും ഡിനോമിനേറ്ററായിട്ട് മിക്ക കേസുകളിലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ക്യാൻസൽ ചെയ്യുമ്പോൾ എനിക്കിത് 500 കിട്ടി. അതായത് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 13500 ഡിവൈഡഡ് ബൈ 27 500. ഇനി നമുക്കെന്താ? ഇനി നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമായി അല്ലേ? 500 ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ് അല്ലേ? 5 × 25 ആദ്യം ചെയ്യുക. 5 × 25 എത്രയാണ്? 125. ബാക്കി എത്രയുണ്ട്? 2 zeros. ഇതാണ് എൻ്റെ CP. ഓക്കെ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ നോക്കാം. എത്ര നമുക്ക് കിട്ടിയത്? 12500. അതാണ് നമുക്ക് കിട്ടിയ ആൻസർ അല്ലേ? അപ്പോൾ അതാണ് എൻ്റെ ഓപ്ഷൻ 3.